കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ശശികുട്ടാ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിന്റെ പൈസ നിനക്ക് കൊണ്ടുതരാം. എടാ, ഞാൻ ഇന്നലെ പറഞ്ഞത് ഇന്ന് തരാന്നാ. അയ്യോ, ഇന്ന് പറയുന്നത് ഞാൻ നാളെ കൊണ്ടുതരും. എന്നെ ശശികുട്ട ഒന്ന് അടങ്ങടാ, കഷ്ടമുണ്ട്. പൈസ ഇല്ലേ? അയ്യോ വീട്ടിലോട്ടൊന്നും വരല്ലേ നീ. ചുമ്മാ വേണ്ടാത്ത പരിപാടി ഒന്നും കാണിക്കല്ലേ ശശികുട്ട. ഞാൻ പൈസ അങ്ങ് എത്തിക്കാം, നീ ഇരുട്ടുന്നതിന് മുമ്പ് എത്തിക്കാം. ഓക്കെ ശരി. എന്തിന്? അപ്പൂപ്പന്റെ വാഴയ്ക്ക് വളവിടാൻ. അപ്പൂപ്പന്റെ വാഴയ്ക്ക് ഞാനെന്തിനു വളവിടുന്നത്? അപ്പൂപ്പന്റെ അടുത്ത് അപ്പൂപ്പന്റെ വാഴയ്ക്ക് വളവിടാൻ. അപ്പൂപ്പന് പനിയും തുമ്മുന്നു, അതുകൊണ്ടല്ലേ സുമേഷാവിനെ വിളിച്ചേ. എന്നാ മക്കള് അപ്പൂപ്പന്റെ അടുത്ത് എന്ന് പറ, പനിയും തുമ്മലും ഒക്കെ മാറിയിട്ട് അപ്പൂപ്പൻ തന്നെ വളവിട്ടാ മതി. ഈ സുമേഷാവൻ കള്ളനാണ് ചേച്ചി. അതെ, ഈ സുമേഷ് മഹാ സെൽഫിഷ് അല്ലേ? സെൽഫിഷ് അല്ലടി, ഗോൾഡ് ഫിഷ്. എടി നിന്നെ ആരടി ഈ മാതിരി വാക്കുകളൊക്കെ പഠിപ്പിച്ചേ? നിനക്ക് നിന്റെ വളർത്തുദോഷം നിന്റെ അച്ഛനെ കാണ്ടി ഞാൻ പറഞ്ഞു കൊടുക്കാം. ചിറ്റപ്പ, ഈ സെൽഫിഷ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? എനിക്കറിയാം. എന്താ? സ്വന്തം കാര്യം നോക്കുന്ന ആളെന്നാണ്. അല്ല, ചിറ്റപ്പ വിചാരിക്കുന്ന പോലെ വേറെ ഒന്നും അല്ല. അതെനിക്കറിയാം. ഇംഗ്ലീഷൊക്കെ നീ എന്നെ പഠിപ്പിക്കല്ലേ ഇംഗ്ലീഷ്. ഈ സുമേഷാവ വേണമെങ്കിൽ നമുക്ക് വല്യമാമനോട് പറഞ്ഞു കൊടുക്കാം ചേച്ചി. പോയി പറ. പോ. ഈ കാശിന് എന്തോ ചെയ്യും? ഇക്കണക്കിന് നിങ്ങളുടെ മൂക്ക് തെറിച്ച് പോകൂല. കുറച്ചു നേരത്തിന് ഇതൊന്ന് നിർത്താൻ പറ്റുമോ? പിടിച്ചു നിർത്ത്. എന്തോ അച്ഛമ്മ, തുമ്മൽ എങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ഈ കണക്കിന് എന്റെ അടുത്തിരുന്ന് ഇങ്ങനെ തുമ്മിട്ടുണ്ടെങ്കിൽ എന്റെ ചെവിയുടെ ഡയഫ്രം അടിച്ചു പോലോടി. എന്റെ മോളെ, ഇപ്പൊ നിസ്സാര ഒരു തുമ്പല് വന്നപ്പോ ഇതാണ് അവസ്ഥയ്ക്ക്. വയസ്സാകാലത്തെ വലിയ അസുഖം വന്ന് നമ്മൾ തിരിഞ്ഞു പോലും നോക്കൂലല്ലോ. അയ്യോ, എന്നാ വയസ്സാം കാലത്ത് വലിയ അസുഖം വരുമ്പോ നോക്കാനായിട്ട് വേറെ ആളെ അങ്ങ് കെട്ട് നിങ്ങൾ. ഓടി മിക്കവാറും ഞാൻ വേറെ ആളെ കെട്ടേണ്ടി വരും. കണ്ട നിന്റെ അപ്പൂപ്പന്റെ മനസ്സിലിരിപ്പ് കണ്ടാ നീ? എന്തോ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നേ? വയസ്സങ്കാലത്ത് നിങ്ങൾ രണ്ടുപേരും ഞാൻ നോക്കിക്കോളാം. അതിനല്ലേ ഞാൻ നേഴ്സും പഠിക്കുന്നേ. കണ്ടാടി, കണ്ടാ കൊച്ചിന്റെ സ്നേഹം, കണ്ട് പഠിക്ക്. അയ്യോ, ഭയങ്കര സ്നേഹം. നമ്മൾ പ്രായമാകുമ്പോ അവള് വല്ല അമേരിക്കയിലോ യൂറോപ്പിലോ വല്ലോ ആയിരിക്കും. പിന്നെ അവിടുന്ന് വീഡിയോ കോൾ ചെയ്തായിരിക്കും നമ്മളെ സ്നേഹിക്കുന്നത്. എന്തോ അച്ഛമ്മ, ഞാൻ അമേരിക്കയിലും യൂറോപ്പിലൊന്നും പോകാൻ പോണില്ല. ഞാൻ എന്റെ നാട്ടിലുള്ളവരെ ശുശ്രൂഷിക്കും. നല്ല കാര്യമൊക്കെ മക്കളെ, പക്ഷെ ഈ തീരുമാനം അവസാനം വരെ മാറാതിരുന്നാ മതി. ഇപ്പം നിന്റെ അപ്പൂപ്പന്റെ തുമ്മല് മാറ്റാനായിട്ട് വല്ല വഴിയുണ്ടോ നിനക്ക്? അപ്പൂപ്പാ കാണിച്ചേ. എന്താടാ അടുക്കള ഒരു ചുറ്റിക്കളി? എന്താ ഇവിടെ ഒരു ചുറ്റിക്കളി? ഞാൻ അടുക്കള ഭംഗി നോക്കിക്കൊണ്ടിരുന്നേമ്മ. എന്തോന്ന് കാഴ്ച ബംഗ്ലാവോ ഭംഗി നോക്കാൻ? കാഴ്ച ബംഗ്ലാവ് എന്നെക്കാട്ടി വൃത്തിയുണ്ട്. എന്തോ അല്ലമ്മ, ഈ അടുക്കളയിൽ മൊത്തവും മാറാനമ്മ. ഈ മാറാനിരുന്ന ഭയങ്കര ദോഷമാണെന്ന് രാകേഷ് ജോസി പറഞ്ഞിട്ടുണ്ട്. ആരോട്? അച്ഛൻ്റെ അടുത്ത്. എപ്പോ? ഒരാഴ്ചയായി. നീ അടുക്കളയിലെ മാറാലയുടെ കാര്യം അന്വേഷിക്കേണ്ട, നിന്റെ റൂം പോയി ക്ലീൻ ആക്കാം. എന്റെ റൂം നല്ല പെർഫെക്റ്റ്ലി ഓക്കെ, നല്ല അടിപൊളിയായിട്ട് കിടക്കുക. പെർഫെക്റ്റ്ലി ഓക്കെ അല്ല, ഒലക്ക. പോയി വൃത്തിയാക്കി ചേർക്ക. എന്റെ നടുവോട് ഞാൻ മുറി വൃത്തിയാക്കി. ചെല്ലേ അമ്മ ഒരു കാര്യം ചെയ്യും, ഒരു പ്രാവശ്യവും കൂടെ എന്റെ റൂം അങ്ങ് വൃത്തിയാക്ക്. പിന്നെ തോടെ ഞാൻ തന്നെ വൃത്തിയാക്കിക്കോളാം. ഇപ്പൊ തന്നെ വേണോടാ? ഇപ്പൊ തന്നെ വേണം. കുറച്ച് കഴിഞ്ഞാലും മതി. കുറച്ച് സൗകര്യക്കുറവുണ്ട്. എന്തിനാണ് ജിറാഫ് വളർന്ന പോലെ വളർന്നല്ല നീയൊക്കെ നിന്റെ കൈയും കാലും ഒക്കെ? ജിറാഫ് വളർന്ന പോലെ മമ്മ, അത് എനിക്ക് അറിയുന്ന കിട്ടി ജിറാഫിന്റെ കൈ കാലും ഒക്കെ. എന്റെ നല്ല എന്നിട്ട് പിന്നെ മിണ്ടായിരിക്കും. അമ്മ അല്ല ഒരു കാര്യം ചെയ്യും, ചേട്ടൻ പുറത്ത് കഷ്ടപ്പെട്ട് പണിയെടുക്കല്ലേ, അമ്മ ഒന്ന് പോയി സഹായിക്കാമെന്ന്. എടാ, നീ വാഴക്കൊല ഉണ്ടായ ആദ്യം കണ്ടുപിടിക്കുന്ന നീ, ആ പഴം തിന്നുന്നത് നീ, എല്ലാരും പറമ്പി പണിയുന്ന കണ്ട നിനക്കൊന്ന് സഹായിച്ചു കൂടെ? എനിക്ക് സഹായിക്കണം എന്നുണ്ടെങ്കിൽ എന്റെ അവസ്ഥ ഇപ്പൊ അതാണ്, എനിക്ക് പറ്റുന്നില്ല ഇപ്പൊ. എനിക്ക്
നിനക്കെന്തോ അവസ്ഥ ഇപ്പം എനിക്ക് ഒരു മറ്റേ കൈക്ക് എന്താടാ കുഴപ്പം മറ്റേ കൈക്ക് പുഷപ്പെടുത്തപ്പോ ഉളുക്കി. പുഷപ്പെടുത്ത് പൊളി ആ, നീ ഭയങ്കര. ഇപ്പൊ പുഷപ്പെടുത്ത് രാവിലെ അമ്മ ഞാൻ എടുത്ത് പുഷപ്പെടുത്ത് വേദന. ചെറുക്ക എന്തോ ഉടായിപ്പുണ്ട് നീ ഇറങ്ങ അമ്മ, ഒരു ഇല്ലെങ്കിൽ ഞാൻ ചെറുക്കോ ഞാൻ അമ്മ, ചെറുപ്പം ഒരു- എടുക്കും കേട്ടാ ഒരു ഉടായ്പില്ല അമ്മ. എന്തോ ഉണ്ട് എന്തോ ഉണ്ടല്ലോ എന്തുവാ ഇവനിവിടെ ഒപ്പിച്ചത് അമ്മ ഒരു ഉടായ്പില്ല അമ്മ. എന്റെ റൂം ഒന്ന് വൃത്തിയായി കഷ്ടം പ്ലീസ്. ഇറങ്ങ ഒന്ന് ഹെൽപ്പ് ചെയ്യാമ്മ. ഒന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം ആ. കേട്ടാ ഹെൽപ്പ് ചെയ്യും. ശബ്ദം കേട്ടില്ല. അയ്യോ വയ്യേ ഊരാൻ വയ്യേ കൊടത്തീന കൈ ഊരാൻ വയ്യേ ഏതാനിക്ക് നമ്മ